നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ കിടപ്പ് മുറിയോ അതല്ലാതെ മറ്റേതെങ്കിലും ഒരു മുറിയോ വരുന്നുണ്ടെങ്കിൽ അത് അതീവ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വാസ്തുശാസ്ത്രപ്രകാരം ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നിമൂല എന്ന് പറയുന്നത് അസുരൻ ഭരിക്കുന്ന മൂലയായതിനാൽ തന്നെ കന്നിമൂലയിലെ മുറിയിൽ ചില വസ്തുക്കൾ വയ്ക്കുന്നത് അതീവ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. ഈ വസ്തുക്കൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കന്നിമൂലയിലെ മുറിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് അനർത്ഥങ്ങളും ദുരിതങ്ങളും തുടർച്ചയായി വരുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നേരെ മറിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ തെറ്റുകൾ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള ഉയർച്ചകളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും കന്നിമൂലയിൽ വരുന്ന മുറിയിൽ വയ്ക്കുവാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റിയും കന്നിമൂലയിലെ മുറിയിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളെ പറ്റിയും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ വരുന്ന മുറിയിൽ വയ്ക്കുവാൻ പാടില്ലാത്ത ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് അക്വേറിയവും അതുപോലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ടുള്ള അലങ്കാര വസ്തുക്കളുമാണ്. മിക്ക വീടുകളിലും തന്നെ വീടിൻ്റെ കിടപ്പ് മുറിയിലൊക്കെ ചെറിയ ബൗളുകളിലായി വെള്ളം നിറച്ച് അതിൽ കല്ലുകളോ അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ അലങ്കാര മത്സ്യങ്ങളെയോ അതുമല്ലെങ്കിൽ ചെറിയ മണി പ്ലാന്റുകളുമൊക്കെ വെള്ളം നിറച്ച് ഭരണികളിലായി വെക്കാറുണ്ട്. എന്നാൽ ഇത് ഒരു കന്നിമൂലയിൽ വരുന്ന മുറിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അനുയോജ്യമായ ഒന്നല്ല. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ അതല്ല എന്നുണ്ടെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കളൊക്കെ കന്നിമൂലയിലെ മുറിയിൽ കൊണ്ടുവയ്ക്കുന്ന വീടുകളിൽ ദോഷങ്ങൾ വിട്ടുമാറിയിട്ട് ഒരു സമയമുണ്ടാവില്ല. ആ വീട്ടിൽ എല്ലാവരും തന്നെ അധ്വാനിച്ചാലും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം കാണുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സമ്പാദ്യമെല്ലാം തന്നെ ദുർച്ചിലവായി കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും വീട്ടിൽ മനസമാധാനമില്ലാത്ത അന്തരീക്ഷം നിലനിൽക്കുകയും മറ്റ് ദോഷകരമായ പല കാര്യങ്ങളും വീട്ടിൽ സംഭവിക്കുകയും ചെയ്യും. ഇനി വാസ്തുശാസ്ത്രമനുസരിച്ച് നിങ്ങൾ കന്നിമൂലയിലെ മുറിയിൽ ഒരു കാരണവശാലും വയ്ക്കുവാൻ പാടില്ലാത്ത രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ജലവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ്. അതായത് മിക്ക വീടുകളിലും തന്നെ നാം എല്ലാവരും കണ്ണിന് കുളിർമ ലഭിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കിടപ്പ് മുറികളിൽ വെക്കാറുണ്ട്. എന്നാൽ ജലാശയങ്ങളുടെ ചിത്രങ്ങളോ സമുദ്രത്തിൻ്റെ ചിത്രമോ വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രമോ ഒക്കെ കന്നിമൂലയിലെ കിടപ്പ് മുറിയിൽ വരുവാൻ തീർത്തും അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ്. ഇത്തരം ചിത്രങ്ങൾ കന്നിമൂലയിലെ കിടപ്പ് മുറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഭവനത്തിലുള്ളവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുവാനും ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ആ വീട്ടിൽ ഉടലെടുക്കുവാനും ഇടയാക്കുന്ന ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ പിന്നെ മനസമാധാനം എന്താണെന്നുള്ളത് പോലും ആർക്കും തിരിച്ചറിയുവാൻ കഴിയില്ല. അത്രയധികം പ്രശ്നങ്ങളായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കന്നിമൂലയിലെ കിടപ്പ് മുറിയിലെ കട്ടിലിൻ്റെ നേരെയായി ഒരു കാരണവശാലും കണ്ണാടി വരുവാൻ പാടില്ല എന്നുള്ളതാണ്. കന്നിമൂലയിൽ അല്ലാതെയുള്ള മുറികളിൽ ആണെങ്കിലും കട്ടിലിന് നേരെയായി
കണ്ണാടി വരുന്നത് ദോഷകരമാണെങ്കിലും കന്നിമൂലയിലെ മുറിയിൽ ഇപ്രകാരം വന്നാൽ ദോഷഫലങ്ങൾ ഇരട്ടിയായിരിക്കും. കൂടുതലായി നെഗറ്റീവ് എനർജി ആ വീട്ടിലേക്ക് തന്നെ ആകർഷിക്കുവാനും അതുപോലെ തന്നെ ആ മുറിയിൽ നെഗറ്റീവ് എനർജി അധികരിക്കുവാനുമെല്ലാം ഇത് കാരണമാവുകയും അതിനോടൊപ്പം തന്നെ ആ വീട്ടിലുള്ള ദമ്പതികൾക്ക് മനസമാധാനക്കേടുകളും അവർ തമ്മിൽ എപ്പോഴും പൊരുത്തക്കേടുകൾ നിലനിൽക്കുവാനും ഇത് കാരണമാകും. അതിനാൽ ഒരു കാരണവശാലും കന്നിമൂലയിലെ കിടപ്പുമുറിയിൽ കട്ടിലിന് നേരെ കണ്ണാടി വരുവാൻ പാടില്ല. അതുപോലെ തന്നെ പല വീടുകളിലും വീടിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ പല വിധത്തിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതായത് എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളും പഴയ വസ്തുക്കളുമൊക്കെ കന്നിമൂലയിലെ മുറിയിലെ കട്ടിലിൻ്റെ അടിയിൽ സൂക്ഷിക്കുന്നത് വലിയ ദോഷങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് കൂടുതൽ നെഗറ്റീവ് എനർജി ആകർഷിക്കപ്പെടുവാനും വീട്ടിൽ ശുഭകരമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുവാനും ഇത് കാരണമാകും എന്നുള്ളതാണ് ശരിയായ വസ്തുത. ഊർജപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കട്ടിലിനടിയിൽ ഒരു വസ്തുക്കളും സൂക്ഷിക്കുവാൻ പാടില്ല എന്നത് മാത്രമല്ല, കന്നിമൂലയിലുള്ള മുറി പൊതുവെ വളരെയധികം വൃത്തിയോടെയും അടുക്കും ചിട്ടയോടെയും കൂടി സൂക്ഷിക്കണമെന്നുള്ളത് അതീവ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കന്നിമൂലയിലെ മുറിയിൽ കട്ടിലിൻ്റെ അടിഭാഗം ഒഴിച്ചിടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ കന്നിമൂലയിലെ മുറി ഏറ്റവും കൂടുതൽ വൃത്തിയോടെ സൂക്ഷിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി പറയേണ്ടത്, ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ കടന്നുവരവോടെ പല കിടപ്പ് മുറികൾക്കും വന്നിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ പല വീടുകളിലും കിടപ്പ് മുറിയിൽ തന്നെ ടിവിയും അതുപോലെ തന്നെ മറ്റുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമെല്ലാം വളരെയധികം ഉണ്ടാകും. എന്നാൽ ഒരു കാരണവശാലും കന്നിമൂലയിലെ കിടപ്പ് മുറിയിൽ ഇത്തരത്തിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ആ മുറിയിൽ കിടന്നുറങ്ങുന്നവരുടെ ഉറക്കത്തെ ദോഷകരമായി ബാധിക്കുകയും അതുപോലെ തന്നെ ആ മുറിയിലെ ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കന്നിമൂലയിലെ കട്ടിലിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ ഇരുണ്ട നിറമുള്ളതാകാതിരിക്കുവാനും ജാമിതീയ പ്രിൻ്റുകൾ ഉള്ളതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടുതൽ നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ കാര്യതടസ്സങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളുമെല്ലാം വളരെയധികം നിലനിൽക്കുവാനും സാമ്പത്തിക പ്രശ്നങ്ങൾ നിരന്തരം വന്നു ചേരുവാനും ഇടയാക്കുന്ന ഒരു കാര്യവുമാണ്. അതിനാൽ തന്നെ എപ്പോഴും ഇളം നിറങ്ങളിലുള്ള ബെഡ്ഷീറ്റുകൾ മാത്രം കന്നിമൂലയിലെ മുറിയുടെ കട്ടിലിന് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലെ കന്നിമൂലയിൽ വരാത്ത രീതിയിൽ ഒഴിവാക്കുന്നത് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനിടയാക്കും. അതുപോലെ തന്നെ കന്നിമൂലയിലെ മുറിയും കന്നിമൂലയിലെ മുറിയുടെ പുറം ഭാഗവും വളരെയേറെ വൃത്തിയോടുകൂടി തന്നെ വേണം സൂക്ഷിക്കുവാൻ. മാത്രമല്ല കന്നിമൂലയിലെ മുറിയിൽ വിലപിടിപ്പുള്ള വസ്തുക്കളും ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങളും സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ പണവും സ്വർണവുമെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ സൂക്ഷിക്കുവാൻ കന്നിമൂല ഏറ്റവും ഉത്തമമാണ്. ഏറ്റവും അധികം
നിങ്ങൾ വയ്ക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇരട്ടിക്കുവാനും വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും നിറയുവാനും ഇത് സഹായകമാകും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.